ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ട് വരുന്നതും എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലെങ്ത് ഉണ്ടാവും, നല്ല രീതിയിൽ എന്നാലും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് ഒരു ഓൺ വോയിസ് വീഡിയോ ആണ് നിങ്ങൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ എന്താണോ നമ്മുടെ കണ്ടൻറ്റ് എന്നുള്ളത് ഒരു ബുക്കിൽ എഴുതി വെക്കാം. അതിപ്പം ഓൺ വോയിസ് ആയിട്ട് ഇടാണെങ്കിലും അതുമല്ല നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ഇടുന്നതാണെങ്കിലും രണ്ടിനാണെങ്കിലും കണ്ടൻറ്റ് ഒരു ബുക്കിൽ എഴുതി വെക്കുക ആദ്യം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മളെല്ലാം സെറ്റാക്കിയിട്ടാണ് കേട്ടോ എന്താ പറയുക എഡിറ്റിങ്ങിലേക്ക് പോകുന്നത്. അല്ല നിങ്ങൾ ഓൺ വോയിസ് ആണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ റെക്കോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും. ഓക്കെ, അപ്പം അതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ കണ്ടൻറ്റ് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, അതിൽ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇതുപോലൊരു റെഡ് ബട്ടണോ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് എന്താക്കുക, ആ ഒരു റെക്കോർഡിന് സേവ് ചെയ്യുന്ന സമയത്ത് ഒരു കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ഒരു പേരും കൂടി വെക്കുക. ഓക്കെ, അപ്പം അതവിടെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുൻപ് വേണ്ടിയതാണ് വീഡിയോ. എന്താണ് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ വീഡിയോ എന്തെങ്കിലുമൊക്കെ. അപ്പം നമുക്ക് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് അധികം ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഇല്ലാത്തവർ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഈ ഒരു രീതിയിൽ വരും. ഓക്കെ, അപ്പം ഇതുപോലെ പലതരത്തിലുള്ള വീഡിയോസ് നമുക്കിവിടെ കിട്ടും കേട്ടോ. അപ്പം പലതരത്തിലുള്ള ക്വാളിറ്റിയുള്ള നല്ല HD ക്വാളിറ്റിയിലൊക്കെ വരുന്ന നല്ല നല്ല വീഡിയോസ് ഉണ്ടാവും കേട്ടോ. ക്ലാരിറ്റി, നല്ല രീതിയിൽ ക്ലാരിറ്റിയുള്ള വീഡിയോസ്. നിങ്ങൾക്ക് ഇതിന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനാണ് വിചാരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ഫോർ ഐഡിയാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാനിപ്പം സെർച്ച് ചെയ്തതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നത് കേട്ടോ. അപ്പം നമുക്ക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അവിടെ സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് അടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു. ഓക്കെ, അപ്പം ഇതാ പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലായിട്ട് എല്ലാ വീഡിയോസിനും സൈഡിലായിട്ട് അവിടെ ഒരു ടൈം, അതായത് എത്ര ഡ്യൂറേഷനാണുള്ളത്. ഫോർ എക്സാമ്പിൾ 42 ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, 19 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അങ്ങനെ സൈഡിൽ ഇതുപോലെയുള്ള ടൈം വരുന്ന വീഡിയോസ് വേണം സെലക്ട് ചെയ്യാൻ. അല്ലാതെ വീഡിയോസിൻ്റെ സൈഡിൽ ചിലതിനത് അപ്പം ഈ ഒരു കാറ്റഗറി എന്നതിൻ്റെത് കണ്ടോ, അതൊരു പിക്ചറാണ്, പക്ഷേ ആ ഒരു രീതിയിൽ വീഡിയോ വരാറുണ്ട് സൈഡിൽ എന്തില്ലാതെ, ടൈം ഇല്ലാതെ. അപ്പം അങ്ങനെയുള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് അത് കോപ്പി ചെയ്തിട്ടാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗാലറി പോകുന്ന സമയത്ത് ആ ഒരു വീഡിയോ കിട്ടത്തില്ല, അല്ലെങ്കിൽ അതിൽ എന്തുണ്ടാവില്ല, അതിൻ്റെ എന്തെങ്കിലും ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പം എപ്പോഴും ചൂസ് ചെയ്യുമ്പം ഡ്യൂറേഷൻ സൈഡിൽ കാണുന്ന രീതിയിലുള്ള, അതായത് ടൈം സൈഡിൽ കാണുന്ന രീതിയിലുള്ള വീഡിയോസ് തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോ എടുക്കാം. ഇങ്ങനത്തെ ടൈപ്പുള്ള വീഡിയോസ് എടുക്കണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള. ഓക്കെ, ഈ ഒരു വീഡിയോ എടുക്കാം. കുറച്ച് ഇതിൻ്റെ നിങ്ങൾ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലുള്ള വീഡിയോ ആണ് നമുക്ക് വേണ്ടിയത്. ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണം എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് നമ്മളുടെ കാറ്റുകൾ ഇപ്പം അധികം വരുന്നതാണ്. ഇങ്ങനത്തെ വീഡിയോസ് എടുക്കണ്ട, കുറച്ചുകൂടെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഡിയോ എടുക്കാൻ നോക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു ഇങ്ങനെ ആയിരിക്കും നമുക്കൊരു അപ്പിയറൻസ് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഒരു 3 ഡോട്ട് കാണാം താഴെയായിട്ട്. ആ ഒരു ഡോട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കോപ്പി ലിങ്ക്, ഷെയർ ദിസ് പിൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരാം. അതിൽ നമ്മൾ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഓക്കെ, എന്നിട്ട് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ചിട്ട് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോകുക. ഗൂഗിളിൽ പോയിട്ട് സെർച്ചിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്താക്കാം, പിൻട്രസ്റ്റ് വീഡിയോ ഡൗൺലോഡറിന് ഒന്ന് ടൈപ്പ് ചെയ്യാം. നമ്മളിവിടെ ഓൾറെഡി സെർച്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഞാനൊന്ന് ടൈപ്പ് ചെയ്തു. അപ്പം ഫസ്റ്റ് തന്നെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണുന്ന ആ ഒരു സൈറ്റിൽ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും, നമുക്ക് ഇതിൽ ഈ ഒരു രീതിയിലുള്ള ഒരു മോഡലായിരിക്കും വരിക കേട്ടോ. പേസ്റ്റ് യുവർ ലിങ്ക് ഹിയർ എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അമർത്തി പിടിച്ചിട്ട് അല്ലെങ്കിൽ ഞെക്കി പിടിച്ചിട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പം നമ്മൾ നേരത്തെ അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ടുള്ള ആ ഒരു ലിങ്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പം ഇതുപോലുള്ളൊരു പേജ് വരും. അത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർക്ക് എന്ത് വരാറുണ്ട്, ഇപ്പം ഡയറക്റ്റ് ഡൗൺലോഡിൻ്റെ ആ ഒരു സർവീസാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലാത്തവർക്ക് ചില ആൾക്കാർക്ക് ഒരുപാട് പ്രാവശ്യം നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ആഡ് കണ്ടിട്ട് അടുത്ത വീഡിയോ എന്നുള്ള രീതിയിലുണ്ടാവും. അപ്പം ജസ്റ്റ് ഒന്ന് വ്യൂ ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ തൊട്ട് തായ്ലൈനായിട്ടൊരു ഒരു ബട്ടൺ ഉണ്ടാവും. ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ വരും. അത് കഴിഞ്ഞ പാടി ഇതുപോലെയുള്ള സർഫേസ് ആയിരിക്കും വരിക. എന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഡൗൺലോഡ് വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് പകരം ഞാനിവിടെ സൈഡിലുള്ള 3 ഡോട്ടാണ് ക്ലിക്ക് ചെയ്യുന്നത്. കാരണം ഡൗൺലോഡ് വീഡിയോ എടുത്താൽ അടുത്തൊരു ആഡ് വരാനുള്ള ചാൻസ് ഉണ്ട് ചില സമയത്ത് കേട്ടോ, എപ്പോഴും അല്ല. അപ്പോൾ ഞാൻ എന്താക്കി, ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്.
ഓക്കെ, ഡൗൺലോഡിങ് ഫയലിൽ നിന്ന് നമുക്ക് അവിടെ കാണിക്കും ഫയൽ ഡൗൺലോഡായി, പെട്ടെന്ന് തന്നെ ഡൗൺലോഡായി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ബാക്ക് എടുത്തിട്ട് ഇനിയാണ് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാം, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് കാണാം. അതില്ലാത്തവർ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഇത് ഇൻഷോട്ട് വഴി ചെയ്യുന്നതാണ്. അപ്പം നമ്മളിത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഫോട്ടോ കൊളാഷൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് വീഡിയോ ആണല്ലോ ഉണ്ടാക്കേണ്ടത്. അപ്പം വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി ഒരുപാട് ഡ്രാഫ്റ്റും കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ന്യൂ എന്ന് എടുക്കാം. ന്യൂ എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മളിവിടെ ആക്കി വെച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമ്മളവിടെ ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക, എന്നിട്ട് കൺഫേം ചെയ്യാം. ഇനി നെക്സ്റ്റ് എല്ലാവർക്കും വരുന്ന നെക്സ്റ്റ് ഒരു ഭയങ്കരമായിട്ടുള്ള ഫോൾട്ട് വരുന്നത് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള, എല്ലാവരുടെ കാര്യമല്ല പറയുന്നത്, കുറച്ച് ആൾക്കാർ ചെയ്യുന്നതാണ് ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ലോഗോ പോക്കാണ്ടെടുക്കുക. അപ്പം ലോഗോ പോക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ എന്തെടുക്കണം, പ്രോ എടുക്കണം. അതല്ലാണ്ട് എങ്ങനെ ഈ ഒരു ലോഗോ പോക്കാന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ റിമൂവ് കാണാം. അതൊരു ആഡ് കണ്ടിട്ടുണ്ടെങ്കിൽ പോകുന്നതാണ്. മേ ബി ചില സമയങ്ങളിൽ മാത്രമേ ആഡ് വരാറുള്ളൂ, അല്ലെങ്കിൽ ആഡ് വരാറില്ല കേട്ടോ. ജസ്റ്റ് ഫ്രീ റിമൂവ് അടിക്കുക. അങ്ങനെ അടിക്കുന്ന സമയത്ത് നമുക്ക് എന്താക്കും, അവിടെയുള്ള ആ ഒരു ലോഗോ പോയി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണാം. ജസ്റ്റ് ഒന്ന് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓക്കെ, അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിൻ്റെ താഴെ ആ ലോഗോ ഇല്ല. ഓക്കെ, അപ്പം ആ ഒരു ലോഗോ പോയി. അപ്പോൾ ലോഗോ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ബാക്ക്ഗ്രൗണ്ടില്ല ഒരു മ്യൂസിക് വെക്കണം. അതായത് ഓൺ വോയിസ് ആയിട്ട് നമുക്ക് വെക്കുന്ന വീഡിയോൻ്റെ കാര്യമാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത്. ടെക്സ്റ്റ് അല്ല, നമ്മളുടെ സ്വന്തം വോയിസ്, കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള വോയിസ് പറയുന്ന ഒരു എന്താ പറയുക, വോയിസ് വെക്കേണ്ടതല്ല നമുക്കപ്പം ഓഡിയോയിൽ സെലക്ട് ചെയ്യാം. ഓഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം അതിന് മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളുടെ വീഡിയോ അവിടെ ഉണ്ട്. അതിൻ്റെ ആ വീഡിയോയിൽ തന്നെ 100% വോളിയം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു വീഡിയോൻ്റെ പാട്ട് ആവശ്യമില്ല എങ്കിൽ, ഇപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇത് എനിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് അല്ല, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പാട്ടോ കാര്യങ്ങളൊന്നും അല്ല. അപ്പം നിങ്ങൾക്ക് ഫേവർ ആവുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് അതിലുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഒരു 5 എന്നുള്ള രീതിയിൽ വോളിയം കൊടുത്താൽ മതിയാകും. കാരണം നമുക്ക് ഓൺ വോയിസ് വിടേണ്ടതാണല്ലോ. ടെക്സ്റ്റിൽ അങ്ങനെയല്ല കേട്ടോ. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ എന്താക്കുക, എനിക്കിപ്പം ഈ ഒരു ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ, ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ വോളിയം കാണും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതെനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് 0 ആക്കി വെച്ചു അതിൻ്റെ ഒരു വീഡിയോ, ഒരു ഓഡിയോ. അപ്പം കാരണം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആ ഒരു വോയിസ് വേണ്ട. അപ്പം എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം. ഇനിയാണ് നമ്മൾ വോയിസ് ഓൺ വോയിസ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. സോ മ്യൂസിക് എന്നിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് കാണാം, ഈ ഒരു രീതിയിലുള്ള ഫീച്ചേഴ്സൊക്കെ കാണാം. അപ്പം നമുക്ക് മൈ മ്യൂസിക്കാണ് ആവശ്യം. മൈ മ്യൂസിക്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേര്, നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പേര് വേണം. അപ്പം ഞാൻ സെക്ഷൻ 11 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനത് ചൂസ് ചെയ്യാണ് കേട്ടോ. ചൂസ് ചെയ്തു. ഇനി പ്ലേ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഓക്കെ. അപ്പം ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. സോ അത് ഭയങ്കര എന്താ പറയുക, ഒരു നോർമലായിട്ട് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് എന്താക്കുക, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് മൈന്യൂട്ടായിട്ട് ലൈറ്റായിട്ട് വരുന്ന ഇതിൽ ഒരു മ്യൂസിക് കൊടുക്കാം. ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള പണ്ടുണ്ടായിരുന്ന ഒരു മ്യൂസിക്കാണ് കേട്ടോ, മ്യൂസിക്കല്ല ഒരു പാട്ടാണ്. അത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെയും ഒന്ന് മ്യൂസിക് ക്ലിക്ക് ചെയ്യാം. മ്യൂസിക് ക്ലിക്ക് ചെയ്താൽ ഇനിയിപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിലുള്ള ഒരു പാട്ടാണ് വേണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോ എന്നുള്ള ഈ ഒരു ഫസ്റ്റിലെ ഓപ്ഷൻ കണ്ടോ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ ഇവിടെ എന്തായിട്ടുണ്ടാവും അപ്പിയർ ചെയ്യുമ്പോൾ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടാണ്ട് പകരം ഓഡിയോ മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്നത് ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നോക്കിക്കൊണ്ടേ. അപ്പം ഇവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നമ്മളുടെ ഓൺ വോയിസ് അവിടെ ഇല്ല, അതുപോലെ തന്നെ ആ ഒരു വീഡിയോ അവിടെ കിട്ടിയിട്ടില്ല, അതിൻ്റെ ഓഡിയോ മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്കിവിടെ ഓൺ വോയിസ് ആണല്ലോ കൂടുതൽ ഹൈപ്പ് കൊടുക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു എക്സ്ട്രാക്ട് ചെയ്ത വീഡിയോൻ്റെ ആ ഒരു പാട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ വോളിയം നമുക്കൊന്ന് കുറയ്ക്കാം. ഇങ്ങനെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പം വോളിയം ഒന്നും ഉണ്ടാവും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഒരു 5 ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം 5, 6 ആ ഒരു രീതിയിലായിരിക്കണം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഓൺ വോയിസിൽ ഇടുന്ന സമയത്ത് കേട്ടോ, ലൈറ്റായിട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇനി ഇങ്ങനെയല്ല നമുക്ക് വീഡിയോസിനൊന്നുമല്ല എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതിയാകും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓഡിയോ എടുക്കുക, മ്യൂസിക് ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്ന് നമുക്ക് മൈ മ്യൂസിക് എടുക്കുക, അതിലേത് പാട്ടാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിലും നമുക്ക് ഫസ്റ്റ് മുതൽ പാട്ട് വേണ്ട, അതിൻ്റെ ഒരു ഭാഗം മാത്രം മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് എടുക്കുക. അപ്പം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഫസ്റ്റ് ഞാൻ
ലെഫ്റ്റ് സൈഡിൽ നിന്നും നമുക്ക് വേണ്ടി ആവശ്യം വരുന്ന തുടങ്ങേണ്ട സ്റ്റാർട്ട് എവിടെയാണോ അതിന് മുൻപുള്ള ഭാഗം വേണ്ടാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കി ലെഫ്റ്റ് സൈഡിൽ നിന്നും ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ വേണ്ടിയത് അവിടെ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ എവിടെയാണോ നിർത്തേണ്ടത് അത് റൈറ്റ് സൈഡിൽ നിന്നും ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് അവിടെ കൊണ്ടേ നിർത്തി കൊടുത്തു. അപ്പം നമുക്ക് ആ ഒരു പാട്ട് ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം മെത്തേഡ് ചെയ്യാം. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വോളിയം അടിക്കാം. നമ്മൾ 5-ൽ വോളിയം കൊടുത്തു. സെയിം അത് നേരത്തെ പോലെ തന്നെ. നമ്മൾ ഓക്കെ അടിച്ചിട്ട് നമ്മൾ എന്താക്കി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാ കാര്യങ്ങളും കൊടുത്തു കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ വാട്സപ്പ് നമ്പർ ഒന്ന് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റിക്കറും കൂടി ആഡ് ചെയ്യാം. എങ്ങനെ, സ്റ്റിക്കർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ സെർച്ച് ബട്ടൺ അമർത്താം. അവിടെ അമർത്തുന്ന സമയത്ത് എന്തുണ്ടാവും, ഇതുപോലെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം വരും കേട്ടോ. അപ്പം വാട്സപ്പിന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് സെർച്ച് ചെയ്യാം. അപ്പം ഇതാ നമുക്ക് ഈ ഒരു ലോഗോയാണ് വാട്സപ്പിൻ്റെ വേണ്ടിയത്. ഇത് എല്ലാവരും ഇടണം നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നതാണ്, എല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം എത്ര വലിയ രീതിയിലാണ് ഇവിടെ അതിൻ്റെ ലോഗോ വന്നിട്ടുള്ളതെന്ന്. ഇനി അധിക പേർക്കും അറിയാത്ത വേറൊരു കാര്യമാണ് എങ്ങനെ ചെറുതാക്കാം അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യാം, സൂം ഇൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ചെറുതാക്കുന്നതും വലുതാക്കുന്നതും കാര്യം ഇപ്പം പറഞ്ഞു തരുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ തൊട്ട് താഴെയായിട്ട് ആ ഒരു ലോഗോൻ്റെ താഴെയായിട്ട് ആരോ മാർക്ക് ഉണ്ടോ മുകളിലോട്ടും താഴെലോട്ടേക്കുള്ളത്, അത് ആ ഒരു ആരോ മാർക്ക് പിടിച്ചിട്ട് മുകളിലോട്ടേക്ക് ആക്കുന്ന സമയത്ത് അത് എന്താ പറയുക, അതിൻ്റെ സൈസ് കുറയും. നേരെ മറിച്ച് നമ്മൾ താഴെലോട്ടേക്ക് ആക്കുന്ന സമയത്ത് അതിൻ്റെ സൈസ് കൂടും. ആ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് ചെറുങ്ങനെയാക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നടുവിൽ കാണാം കറക്റ്റ് പൊസിഷൻ, അതായത് കറക്റ്റ് ചെരിവും തിരിവും ഇല്ല എന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് എന്നുള്ള രീതിയിൽ കാണുന്നുണ്ടോ ഒരു ലോഗോയിൽ. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് അത് ഇപ്പം എന്താണ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വാട്സപ്പ് എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ആ ഒരു ഇത് വരുന്നതെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തൊട്ട് താഴെയുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അത് മാറിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ. നമുക്ക് നോർമലായിട്ട് ഇത് മതി. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും അറിയാത്ത തരത്തിലുള്ള ഒരു ലോഗോ തൊട്ട് പോയതാണ് അല്ലെങ്കിൽ സ്റ്റിക്കർ എടുത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ ക്രോസ് മാർക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകും. ഇനി അവിടെ ഒരു എന്ത് വരുന്നുണ്ട്, ഒന്ന് എഡിറ്റ് ചെയ്യുന്ന അതൊരു പെൻസിലിൻ്റെ കണ്ടോ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആനിമേഷനാണ് വരിക കേട്ടോ. ജസ്റ്റ് ആനിമേഷൻ എന്ന് പറയുമ്പം എന്ന് പറയുമ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആനിമേഷൻ തുടങ്ങേണ്ട കാര്യമാണ്. അപ്പം ഇങ്ങനെ മിന്നുന്ന ടൈപ്പ്, ഇങ്ങനെ ഇതാവുന്നത്, മുകളിലോട്ട് പോകുന്നത്, താഴെലോട്ടൊക്കെ വരുന്നത്, ആ രീതിയിലുള്ള ആനിമേഷൻ ഇങ്ങനെ ആയിരിക്കും വരിക. നമ്മൾ ആ ഒരു എവിടെ വെച്ചിട്ടാണോ ആ ഒരു ടെക്സ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ വരും. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സെയിം ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കില്ല ഔട്ട് വരിക, ഏറ്റവും ലാസ്റ്റിൽ എൻഡ് ചെയ്യുമ്പോഴായിരിക്കും ഇതുപോലെയൊക്കെ വരിക. ഓക്കെ, ഈ ഒരു രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരൽ. അത് ലാസ്റ്റിലേക്ക് നമ്മൾ ടെക്സ്റ്റ് നിർത്തുന്ന സ്ഥലത്ത് നിന്നായിരിക്കും. ഇനി ലൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ തുള്ളിക്കളിക്കുന്ന രീതിയിൽ, ഷെയ്ക്ക് ചെയ്യുന്ന ടൈപ്പ്, അങ്ങനെ ഓക്കെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് ഔട്ടും അതുപോലെ തന്നെ ഇന്നൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാട്ടിയെന്നാ കേട്ടോ. ഇനി ഇത് നമുക്ക് താഴെലോട്ട് വെക്കാം. ഏറ്റവും നല്ല താഴെ വെക്കരുത്, കാരണം റീൽസ് വെക്കുന്ന സമയത്ത് നമ്മളുടെ നമ്പർ കാണാത്ത രീതിയിലായി പോകരുത് കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടിയത്, വാട്സപ്പ് നമ്പർ ആഡ് ചെയ്യണം. സോ ബാക്ക് അടിക്കുക, ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക, നമ്മളുടെ വാട്സപ്പ് നമ്പർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അപ്പം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കില്ല വരിക. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. നോർമലി വരൽ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അധിക പേർക്കും വരുന്ന അടുത്തൊരു പ്രശ്നമാണ് നമ്മൾ ഈ ഒരു കളർ ചൂസ് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റിൻ്റെ കളറോ അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നതിൻ്റെ കളറോ ആണ് അതിന് ലേബൽ എന്നാട്ടോ പറയൽ. ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നതിന് അപ്പോൾ ടെക്സ്റ്റിൻ്റെ കളർ നമുക്കിത് എങ്ങനെയൊക്കെ ഇത് ലേബലിൻ്റെ കളറാണ്. ലേബൽ വേണ്ട, നമുക്ക് ടെക്സ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ളതുണ്ടാവും. ഇനി ആൾക്കാർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാണ്ട്, അതായത് ലേബൽ കൊടുക്കാണ്ട് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇത് പിന്നെ ഫോണ്ടിൻ്റെ ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ചില ആൾക്കാർ ഇത് ഇങ്ങനെയൊക്കെയാണ് കൊടുക്കാറ്. ഓക്കെ, ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റ് ആണെങ്കിലും നമ്പറൊക്കെ ആണെങ്കിലും ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ കളർ ചൂസ് ചെയ്യുക, അതിൽ ലേബൽ എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുക, ഇങ്ങനെ ചൂസ് ചെയ്യുക. ഓക്കെ, ലേബൽ കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് അവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലൈറ്റായിട്ട് എഴുതിയതാണ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ, അതായത് വീഡിയോൻ്റെ കളർ തന്നെയാണ് നിങ്ങൾ കറക്റ്റ് ടെക്സ്റ്റിന് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റായി സെറ്റ് ചെയ്ത് ഇനി വാട്സപ്പിൻ്റെ സെയിം സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, ഇത് ഞാൻ ഫോണ്ട് മാറിപ്പോകുന്ന സമയത്തുള്ളതാട്ടോ പറയുന്നത്. സെയിം ഞാൻ ഫോണ്ടിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞുതരാം. ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് സ്മോൾ ലെറ്റർ എ കാണുന്നില്ല, ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷോട്ടിലുള്ള ഫോണ്ടുകൾ വരും. ജസ്റ്റ് ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ എന്താക്കാം, മാറ്റാം. ഒരുപാട് ഫോണ്ടുകൾ നമുക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതിൽ നെറ്റ് ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നമ്മളിത് ചൂസ് ചെയ്തു. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ കൊടുത്തു.
ഓക്കെ, ഈ സ്റ്റിക്കർ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ കൊടുക്കാൻ, വേണമെങ്കിൽ കൊടുക്കണ്ട. ഇനി കുറേ ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക്, അതായത് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഒന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ഓൺ വോയിസിൽ കൊടുക്കുന്ന വീഡിയോസിന് എന്താക്കുക, നമ്പർ, വാട്സപ്പ് നമ്പർ ഒരു പകുതി മുതൽ ലാസ്റ്റ് വരെ എന്നുള്ള രീതിയിൽ നമ്പർ കൊടുക്കുക. അതല്ലെങ്കിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ എന്നുള്ള രീതിയിൽ കൊടുക്കുക. അതും അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റിലെ കുറച്ച്, നല്ല ലാസ്റ്റ് മാത്രമായിട്ട് വെക്കാണ്ടേ കുറച്ച് മുൻപായിട്ട്, കുറച്ച് സെക്കൻഡുകൾ മുൻപായിട്ട് വെക്കാം. ഓക്കെ, അല്ലാതെ നടുക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട്, അതായത് അവർക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ആ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ചില ആൾക്കാരത്. എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഞാൻ പറയുകയാണേ, ആരെയും കളിയാക്കുന്നതല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ലോഗോ നോക്കണ്ട, അതാ ഇങ്ങനെ ആയിരിക്കും ഓക്കെ. ഇത്രയും ഉണ്ടാവാറില്ല ചില ആൾക്കാരിൽ, ജസ്റ്റ് ഒന്ന് ബ്ലിങ്ക് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം ആർക്കും എന്താക്കാൻ പറ്റത്തില്ല എന്നറിയോ, നമ്മുടെ വാട്സപ്പിൻ്റെ നമ്പർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്താക്കാം, കുറച്ചങ്ങോട്ടേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ടേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് നമുക്കിതിൻ്റെ വലുപ്പം വീഡിയോ ലാസ്റ്റ് വരെ വേണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കോട്ടിലേക്കുള്ള ഈ ഒരു ആരോ ഡ്രാഗ് ചെയ്തിട്ട് ബാക്കോട്ടേക്ക് നീക്കി കൊണ്ടുപോവുക. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ എവിടെ വരെയുണ്ട് അവിടെ വരെ നമുക്കാക്കാം. ഓക്കെ, അതല്ലാന്നുണ്ട് നമുക്ക് ഇനി കുറയ്ക്കണം, സ്റ്റാർട്ടിങ് മുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുന്ന ആരോ പിടിച്ചിട്ട് ബാക്കിലോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. നമുക്ക് എവിടെ മുതലാണോ വേണ്ടിയത് അവിടെ കൊണ്ടുപോയി വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തു. ഓക്കെ, ഇത് നമ്മളുടെ എന്തിൻ്റെ കാര്യമാണ്, ഓൺ വോയിസിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. ഇനി ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഞാൻ ഇതാക്കി തരാം കേട്ടോ, ചെക്ക് ചെയ്തു. നമ്മളിതൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു സെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെസൊല്യൂഷൻ്റെ അവിടെ കാണാം 2K 4K അല്ലെങ്കിൽ എന്താണ് 720p എന്നുള്ള രീതിയിൽ, അതിൽ 1080p എന്നുള്ളത് തന്നെ ആയിക്കോട്ടെ കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കുറയാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. അത് എക്സ്പോർട്ട് എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സേവായി, വീഡിയോ സേവായിട്ട് കിട്ടി. ഇനി വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതൊന്നും കൊടുക്കാണ്ടേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമത്തെ പാട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ഓൺ വോയിസിൻ്റെ കാര്യമില്ല കേട്ടോ പറയുന്നത്, അങ്ങനെയും ചെയ്യാം. അത് കുറച്ചുകൂടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ പാട്ടില്ലാത്ത രീതിയിൽ എഡിറ്റിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് എന്ത് ചെയ്യുക, പാട്ട് അതിൽ ആഡ് ചെയ്താൽ മതിയായി. ഓക്കെ, അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ഈ ജസ്റ്റ് ഈ സ്റ്റിക്കറൊന്നും മാറ്റുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് മാറ്റുന്നുണ്ട്. അപ്പം നമ്മളുടെ സ്ക്രീൻ ഇതാക്കുന്ന ഓൺ വോയിസിലുള്ള വീഡിയോൻ്റെ കാര്യം അവിടെ സെറ്റായി. ഇനി നമുക്ക് എന്ത് വേണം, നെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് ചെയ്യുന്നത്. ഇതെല്ലാം എടുത്തെടുത്ത് പറയുന്നത് പലർക്കും പലതരത്തിലുള്ള ഡൗട്ട്സുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ടെക്സ്റ്റിലും സെയിം ആണ് വരുന്നത്, അവിടെ എന്ത് വരുന്നില്ല എന്നുള്ളൂ, നമ്മളുടെ ഓൺ വോയിസിൻ്റെ ആ ഒരു റെക്കോർഡഡ് സെക്ഷൻ വേണ്ട, അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പാട്ട് അതാണ് നമുക്കിപ്പം ഞാൻ എല്ലാം ഒന്ന് പോക്കി. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടേത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന വീഡിയോയിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു വീഡിയോ കിട്ടി, അതിൻ്റെ പാട്ട് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വോളിയം ഫുള്ളായിട്ട് കുറച്ച് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു വീഡിയോയിലുള്ള പാട്ട് തന്നെയാണ് വേണമെങ്കിൽ ഇതാ ഓപ്ഷൻ ഉണ്ട്, വോളിയം കൂട്ടി വെക്കാം. ഓക്കെ, സെറ്റായി. അവിടെ 200 കൊടുത്താൽ ആ വോയിസ് വരും. ഓക്കെ, ഞാൻ അത് വേണ്ടാത്തത് കൊണ്ടാണ് 0 വെച്ചത്. ഓക്കെ, ടിക്ക് ചെയ്ത് നമുക്ക് പാട്ട് നേരത്തെ പോലെ തന്നെ പാട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ സെയിം പ്രൊസീജിയർ തന്നെ പോക്കുക. ഏതെങ്കിലും പാട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം, എഡിറ്റ് ചെയ്ത് നമ്മൾ വേണ്ട പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്തു, സെറ്റ് ചെയ്തു. നെക്സ്റ്റ് സെയിം മെത്തേഡ് ടെക്സ്റ്റ്. ഇനി ടെക്സ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോസിൽ അധിക പേരും ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാവും, പക്ഷേ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരുന്നതാണ്, എഴുതുന്നില്ല. സ്വന്തമായി വരുമാനം ആഗ്രഹിച്ച് ഒന്നും കഴിയാതെ വീട്ടിലിരിക്കുന്നവരാണോ നിങ്ങൾ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ടെക്സ്റ്റ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചില ആൾക്കാരത്. ഓക്കെ, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വീഡിയോകൾ ഞാൻ കുറേ ആൾക്കാരിൽ കണ്ട്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ആരെയും ഞാൻ കളിയാക്കി പറയുന്നതല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്താ ഇങ്ങനെയെന്നുള്ളൊരു തോന്നൽ വരുന്നില്ലേ, സെയിം തന്നെയായിരിക്കും നമ്മളുടെ വീഡിയോസ് എടുത്ത് നോക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാവുക കേട്ടോ. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ്ങിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒരിക്കലും ടെക്സ്റ്റുകൾ കൊടുക്കരുത്. കാരണം ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോ എന്താണെന്നും കൂടി ആൾക്കാർക്ക് കാണുന്ന രീതിയിലായിരിക്കണം. സോ ജസ്റ്റ് എന്ത് ചെയ്യാം, ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം സ്വന്തമായി വരുമാനം ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നുള്ളതാണ് ഫസ്റ്റത്തെ കണ്ടൻറ്റെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക, ടിക്കിടുക. ഞാൻ ലേബലൊക്കെ നേരത്തെ കാണിച്ചു തന്നതുകൊണ്ടാണ് കേട്ടോ രണ്ടാമതും ലേബൽ കാണിക്കാത്ത, എന്നിട്ട് ജസ്റ്റ് അത് അവിടെ വെച്ചു. ഓക്കെ, നമുക്ക് എല്ലാ ടെക്സ്റ്റുകളും സെറ്റാക്കിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇനി അടുത്തത് എങ്കിലിതാ നിങ്ങൾക്കൊരു സുവർണ്ണാവസരം. പറഞ്ഞിട്ട് അടുത്തത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക, അല്ല കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ
എന്നിട്ട് വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തു, സെറ്റ്. ഓക്കെ, ഈ ഒരു രീതിയിൽ. ഇനി ഇതും കാണുമ്പം എന്തോ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പം നമുക്കൊന്നുകൂടെ മോഡലാക്കാൻ എന്ത് ചെയ്യാമെന്നറിയോ? കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യാം എല്ലാം. ഇപ്പം ഇവിടെ തന്നെ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ആരോ മാർക്കില്ലേ, ബാക്കോട്ടേക്കുള്ള ആരോ മാർക്ക്, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എൻഡ് എന്ന് വരേണ്ട കണ്ടോ നിങ്ങൾ? അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെയിം മെത്തേഡിൽ ഇതും ഇത് ലാസ്റ്റ് വരെ ഉണ്ടാവും. എന്തിനാണെന്ന് വെച്ചാൽ ഇനിയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഓരോന്നായിട്ട് വരുന്ന രീതിയിൽ എഡിറ്റ്, അതായത് നമുക്ക് ഓരോ രീതിയിൽ വരുന്ന രീതിയിൽ എന്താക്കാനാണ്, നമുക്ക് വരാനാണ്. ഞാൻ കാണിച്ചത് എങ്ങനെയാണ്. സ്റ്റാർട്ടിങ്ങിൽ എന്താക്കുക, കുറച്ച് ഫസ്റ്റത്തെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരുമാനം ആഗ്രഹിക്കുന്നവരാണോ എന്നുള്ളത് ആ ഒരു അവിടെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്കോട്ടേക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് തൊട്ട് മുകളിലുള്ളത് എന്താക്കാമെന്നറിയോ? കുറച്ചുകൂടി ഒന്ന് ബാക്കോട്ടേക്കാക്കാം. ഓക്കെ, അതിൻ്റെ തൊട്ട് മുന്നിലുള്ളത് കുറച്ചുകൂടെ ഒന്ന്, ഈ സെക്കൻഡ് വണ്ണിനെക്കാട്ടിയും കുറച്ചുകൂടെ ഒന്ന് ബാക്കോട്ടേക്കാക്കാം. ലാസ്റ്റ് വണ്ണ് തേർഡ് വണ്ണിനെക്കാട്ടിയും കുറച്ചുകൂടെ ബാക്കോട്ടേക്കാക്കാം. ഓക്കെ, ഈ ഒരു രീതിയിൽ ആക്കുക. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും ഉണ്ടാവാന്ന്. അപ്പം നമുക്ക് തുറക്കുന്ന സമയത്ത് ഒരു ടെക്സ്റ്റും ഇല്ല. കാണിച്ചു തരാവേ. ഓക്കെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാണുമ്പം കുറച്ചുകൂടെ വൃത്തി ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടുള്ളത്. നിങ്ങൾ അതിൽ വീഡിയോ കാണുന്ന രീതിയിൽ തന്നെ ആക്കുക. വിടുത്ത്, അതായത് ടെക്സ്റ്റിൻ്റെ വിടുത്തും കാര്യങ്ങളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ അതിനനുസരിച്ചിട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി നമുക്ക് വേറൊരു രീതിയിലും കൂടി ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഓരോന്ന് എഴുതിയിട്ട് അത് ഫസ്റ്റത്തേത് എഴുതി അത് വായിച്ച് കഴിഞ്ഞിട്ട് അത് പോകുന്ന രീതിയിൽ കാണിച്ചു തരാം. ടാക്കിൽ പോകാം. ഫസ്റ്റത്തെ കണ്ടൻറ്റില്ലേ, സ്വന്തമായി വരുമാനം ആഗ്രഹിക്കുന്നത്, അത് ഇതേപോലെ ഇപ്പം ഇവിടെ ആയിരിക്കും ഉണ്ടാവാം. ജസ്റ്റ് ഈ ഒരു ആരോ മാർക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുക. ഓക്കെ, ഇത്ര രീതിയിൽ. ഓക്കെ, ഈ ഒരു രീതിയിലാക്കിയിട്ട് കൊണ്ടുപോകുക. അതായത് രണ്ടാമത്തെ കണ്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതോടെ ഫസ്റ്റത്തെ കണ്ടൻറ്റ് എൻഡ് ചെയ്യണം, ആ ഒരു രീതിയിൽ. ഇനി രണ്ടാമത്തതും സെയിം മെത്തേഡിൽ എന്ത് ചെയ്യാം, നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, തേർഡും അതേപോലെ തന്നെ. ഇനി ഇപ്പം വീഡിയോ എങ്ങനെ ആയിരിക്കും ഉണ്ടാവാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കും ടെക്സ്റ്റുകൾ വരാം. ഇത് മൂന്ന് തരത്തിലാണ്. ഇപ്പം എല്ലാം കൂടി ഒരേ സമയത്ത് കണ്ടൻറ്റ് ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ചെയ്യരുതെന്ന്, നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും ഏറ്റവും നല്ല രീതികളാണ് ഞാനിപ്പം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പം ഇങ്ങനത്തതൊക്കെ ആകുമ്പം കുറച്ചുകൂടെ നന്നായിരിക്കും. ഓക്കെ, അപ്പം കുറച്ചുകൂടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വീഡിയോസും കാണാം. അപ്പം നല്ല നല്ല കണ്ടൻറ്റുകൾ, തീമുകൾ, അതായത് വീഡിയോസ് നല്ല തീമുകളിൽ വരുന്ന വീഡിയോസ് എടുക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പം ആൾക്കാർ കാണാനൊന്നും നിൽക്കും. ഓക്കെ, സെയിം എപ്പോഴും വരുന്ന കേക്ക്സും കാര്യങ്ങളും തന്നെ എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ കാണില്ല. അല്ലെങ്കിൽ ഇതുപോലെ നല്ല നീറ്റായിട്ടുണ്ടാകുന്ന സമയത്ത് ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ടെക്സ്റ്റുകൾ ഇങ്ങനെയെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതും ശ്രമിക്കുക. ഇനി ഇവിടെ നമുക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്, ക്യാപ്ഷൻസ് ഉണ്ട്, ഡീറ്റെയിൽഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളത് ഇതേ ഉള്ളൂ. സോ ഞാൻ ഈ ഒരു മോഡൽ ഓക്കെ ആക്കി. അപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള 2 മോഡലും നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ നിറഞ്ഞു നിൽക്കുന്നത് ഒഴിവാക്കിയിട്ട് പിന്നെ ലൈറ്റായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ടെക്സ്റ്റുകൾ മാത്രം വരുന്ന രീതിയിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ഇത് പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമുക്ക് വരുന്നത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കണ്ടു നിങ്ങൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം 2-3 ആൾക്കാരിൽ ഞാൻ കണ്ടൊരു കാര്യമാണ്, അവരുടെ വീഡിയോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ രീതിയിലായിരിക്കും. അതെന്ന് പറയുന്നത് നിങ്ങൾ ക്യാൻവാസ് മാറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വേണ്ടത്. ഫിറ്റ് എന്ന് പറയുന്നത് കണ്ടോ ഫുള്ളായിട്ടുള്ള രീതിയിൽ. ഇനി 1.1 ഉണ്ട്, അപ്പം 2 സൈഡിലും ബ്ലാങ്കും നടുക്ക് ആ ഒരു വീഡിയോസ് മാത്രമായിട്ട് വരുന്ന രീതിയിൽ. ഇനി 4.5 ഉണ്ട്, അതും കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് 9.16 അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസിൻ്റെ ക്യാൻവാസുകൾ വരുന്നുണ്ട്. സോ ഞാനിവിടെ ഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് അതൊന്ന് എടുക്കുക, എന്നിട്ട് ഓക്കെ നമ്മൾ ടിക്ക് അടിച്ചു. ഇനി നെക്സ്റ്റ് ഇവിടെ എഫക്റ്റുകളൊക്കെ വരുന്നുണ്ട്. എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എഫക്റ്റും കാര്യങ്ങളും നമുക്ക് അത് ആവശ്യമില്ല. ജസ്റ്റ് സ്ലോ മോഷൻ ഇങ്ങനെയായിരിക്കും സ്ലോ മോഷനായിട്ട് സൂം ചെയ്യുന്നത്. പിന്നെ ജമ്പ് സൂം ഈ രീതിയിൽ. ഇനിയിപ്പം ഗ്ലിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇങ്ങനെ വന്നുപോയി. ഈ ഒരു രീതിയിലുള്ള ഫിൽറ്ററുകൾ, റോള് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരുന്ന രീതിയിൽ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നമുക്ക് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ട് തന്നെ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഒറിജിനൽ തന്നെ മതി. അത് നമ്മൾ സെലക്ട് ചെയ്തു. ഗ്ലിച്ചോ കാര്യങ്ങളോ നമുക്ക് വേണ്ട, ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ ഒറിജിനൽ സെലക്ട് ചെയ്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. കാരണം ഏതെങ്കിലും ഒരാൾക്ക് വീഡിയോസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പം അത് സെറ്റായി.
ഇനി ഇവിടെ AI എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊന്നും നമുക്ക് നമ്മളുടെ ലൈന്, അതായത് ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പം ഈ ഒരു രീതിയിൽ ഒരാൾ ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ ഈ ഒരു രീതിയിൽ നടക്കുമ്പം ഇങ്ങനെയൊക്കെ വരുന്ന ലൈൻസ് വരുന്നതില്ലടാ, അതൊക്കെയാണ് കേട്ടോ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ അതൊന്നും എടുക്കുന്നില്ല, ഒറിജിനൽ തന്നെ നമുക്ക് മതി. ജസ്റ്റ് കാണിച്ചത് ഫിൽറ്ററുകളുണ്ട്. അതുപോലെ തന്നെ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ആ ഒരു വീഡിയോൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും കൂട്ടുക, കുറയ്ക്കുക, നോർമൽ ഈ ഉള്ള വീഡിയോസിനെക്കാട്ടിയും. അപ്പം ആ ഒരു രീതിയിലൊക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എഫക്റ്റ് നമ്മൾ പറഞ്ഞു, ഫിൽറ്റർ നമ്മൾ പറഞ്ഞു, പിന്നെ പ്രീ കട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രിമ്മ്, കട്ട്, അതുപോലെ തന്നെ സ്പ്ലിറ്റ്, ഈ രീതിയിൽ 3 എണ്ണം വരുന്നുണ്ട്. ഓക്കെ, ട്രിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇവിടെ മുതൽ ഇവിടെ വേണ്ട എന്ന്, അതായത് ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ മാത്രം മതി. ഇപ്പം നമ്മൾ ഈ സെലക്ട് ചെയ്ത പോർഷൻ നമുക്ക് വേണ്ട, അത് ട്രിം ചെയ്തിട്ട് നമ്മൾ എന്താക്കും, ഇല്ലാതാക്കും. ഓക്കെ, അങ്ങനെയാണ് ട്രിം എന്ന് പറഞ്ഞിട്ട്. കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പോർഷനാണ് നമുക്ക് വേണ്ടാത്തത് അത് കട്ട് ചെയ്ത് പോക്കുക, അല്ലെങ്കിൽ വേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പം അതൊന്നും നമുക്കിപ്പോൾ അവിടെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റ്, ഇപ്പം ഇത് മാത്രമല്ലാത്ത രീതിയിലുള്ള വീഡിയോസും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്തിട്ട് ഇതുവഴി നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ഈ വീഡിയോ വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പ്ലസ് പോയിന്റ് കണ്ടോ, പ്ലസ് പോയിന്റ് വേറൊന്നുമില്ല, പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വരുന്ന നമ്മുടെ ഈ വീഡിയോൻ്റെ ബാക്കിൽ, അതായത് അടുത്ത വീഡിയോ ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് വരുന്ന ഒരു ബ്ലാങ്ക് വരും. അല്ലെങ്കിൽ വീഡിയോസോ ഫോട്ടോയോ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവിടെ ആഡ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട്, അതായത് അടുത്ത വീഡിയോ ആയിട്ടല്ല വരിക, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആയിട്ട് വരില്ല. പക്ഷേ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് അതിനായിട്ടായിരിക്കും വരിക. ഇനി വോളിയം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ ഒരു വീഡിയോൻ്റെ വോളിയം നമ്മൾ കുറയ്ക്കുന്നതാണ് കേട്ടോ. ഇതിലുള്ളത് ആ ഒരു വോളിയം നമ്മൾ കുറച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം ഇരുന്ന് വെച്ചതാ ബാക്ക്ഗ്രൗണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോൻ്റെ സൈഡിൽ 4 സൈഡിലായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് വൈറ്റ് കളർ വന്നു, അത് ബ്ലൂ ഈ ഒരു രീതിയിലൊക്കെ ആക്കുക. ഇനി ഇങ്ങനെയും ചെയ്യാം, അതായത് നമ്മുടെ വീഡിയോ തന്നെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്ക് പക്ഷേ ഇതൊന്നും വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വേണ്ടാന്നുണ്ടെങ്കിൽ ബ്ലറിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം. സൂം ചെയ്താൽ കറക്റ്റ് പിക്ചർ, നമ്മളുടെ കറക്റ്റ് വീഡിയോൻ്റെ ആ ഒരു രീതിയിൽ തന്നെ ആക്കിയിട്ടും. ഓക്കെ, നമ്മളത് അടിച്ചു. നെക്സ്റ്റ് ഓക്കെ, ഇനി വരുന്നത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ചില വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ആയിരിക്കും നിങ്ങൾ ഇടുക, ഫോട്ടോസല്ല വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു പ്രശ്നമാണ് എന്ത്, ചിലത് വെറും എടുക്കുന്ന വീഡിയോ 7 സെക്കൻഡ്സ് അല്ലെങ്കിൽ എന്താണ് 5 സെക്കൻഡ്സൊക്കെ. അപ്പം അങ്ങനെയുള്ളത് എടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്തിട്ട് വരുമ്പം കുറച്ചുകൂടെ വീഡിയോക്ക് ലെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണ്, അതായത് ഒരു 10 അല്ലെങ്കിൽ ഒരു 8 സെക്കൻഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്പീഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 1.00 എന്ന് കണ്ടോ, അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് കുറയ്ക്കുമ്പം 0.70 അങ്ങനത്തെ രീതിയിൽ. അപ്പം സ്ലോ മോഷൻ ആവും കേട്ടോ. ഈ വീഡിയോ സ്ലോ മോഷനിലായിരിക്കും വരാം. നല്ലോണം ഒന്നുകൂടി കുറച്ച് കൊടുത്താൽ സ്ലോ മോഷനിലായിരിക്കും വരാം. ഇനി നമുക്കല്ല ഒരു 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ എടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വേണ്ട, ഒരു 20 സെക്കൻഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 1.00 ഉള്ളിടത്തു നിന്ന് നമുക്ക് സ്പീഡ് ഒന്ന് കൂട്ടാം. ജസ്റ്റ് ഒന്ന് സ്പീഡ് ഞാൻ 1.90 ഇതിപ്പം അത് വലിയ രീതിയിലില്ല. 2 4 ഒക്കെ ആവുന്ന സമയത്ത് സ്പീഡ് കൂടി. ഓക്കെ, സ്പീഡ് കൂടി, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആ ഒരു രീതിയിൽ മാത്രമല്ല, ഇനി വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇത് നമ്മളുടെ ഫുൾ വീഡിയോ ആണ്, അതായത് നമ്മളുടെ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ ട്രിം എന്ന് പറഞ്ഞ സെയിം സാധനം കട്ട് ചെയ്യണം. അതായത് ഫസ്റ്റ് പോർഷൻ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ജസ്റ്റ് ഫ്രണ്ട് ഭാഗമാണ് നമുക്ക് വേണ്ടാത്തത് എന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു മാർക്കിൽ നമ്മളുടെ ഒരു എന്താണ് ജസ്റ്റ് ഫ്രണ്ടിൽ വരുന്ന ഒരു സൈഡിലുള്ള മാർക്കുണ്ട് നമ്മുടെ വീഡിയോൻ്റെ തൊട്ടടുത്തുള്ളത്. നമ്മളിതാ ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നുമില്ല, പക്ഷേ അവിടെ ഒരു ഇതുണ്ട്. അത് ജസ്റ്റ് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ഇപ്പോൾ മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക്, ആരോ മാർക്ക് ഞാൻ ബാക്കിലോട്ടേക്ക് വലിക്കുമ്പം ആ വേണ്ടാത്ത ഭാഗം അവിടെ പോയി കിട്ടി. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ട്രിം ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇപ്പം ഈ ഒരു പോർഷൻ എനിക്ക് വേണ്ട, ആ ഒരു പോർഷൻ ഇല്ലാത്ത രീതിയിലാണ് എനിക്കിപ്പം വീഡിയോ ഉള്ളത്. ആ ഒരു പോർഷൻ ഇല്ല, നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് പോർഷൻ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാക്കാം. ബാക്ക് പോർഷനാണ് നമുക്ക് വേണ്ടാത്തതുണ്ടെങ്കിൽ സെയിം മെത്തേഡ് തന്നെ എന്താണ് ആരോ മാർക്ക് പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് കൊടുക്കുക. അപ്പം വേണ്ടാത്ത പോർഷൻ ഏതാണോ അത് പോയി കിട്ടും നമുക്ക്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഓക്കെ ആ ഒരു ഫുൾ രീതിയിൽ നമുക്ക് ഫുൾ വീഡിയോ തന്നെ കിട്ടി. ഇപ്പം ഏകദേശം ഒരുവിധം കാര്യങ്ങളൊക്കെ കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. പിന്നെ ആനിമേഷൻ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് അവിടെ നമുക്ക് ആനിമേഷൻ ടൈപ്പ് ഇതും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫെയ്ഡ്, സൂം ഇൻ, സൂം ഔട്ട് അങ്ങനത്തെ രീതിയിലൊക്കെയാണ്. നമുക്കതൊന്നും ആവശ്യമില്ല, നമുക്ക് സെലക്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് സാധാ പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സ്വന്തം എന്തെങ്കിലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് AIൻ്റെയും ഇതൊക്കെ വേണ്ടി. ഇനി അടുത്തത് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ. എല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരുന്നതുകൊണ്ടാണ്. ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഫുള്ളായിട്ട് വേണ്ട, അതായത് മുകളിലുള്ള ഭാഗം വേണ്ടാന്നുണ്ടെങ്കിൽ വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിൽ നമ്മുടെ ഇതാണെങ്കിലും അതെന്താണ് പിക്ചർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഇൻഷോട്ടൊന്നും ക്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇവിടെയും ക്യാൻവാസിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ വരുന്നുണ്ട്, ഫ്രീ
എന്ന് വരുന്നുണ്ട്. നമ്മളുടെ ഇത് ഫ്രീ ആയിരുന്നു. ഒറിജിനൽ ആയിട്ടുള്ളത് ചൂസ് ചെയ്താലും ഒറിജിനലിന് കിട്ടും. ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിലും ഒറിജിനൽ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അത് എന്ത് ചെയ്യാം, ഇങ്ങനെ രീതിയിൽ ക്രോപ്പ് ചെയ്തിട്ടും വേണമെങ്കിൽ എന്താക്കാം ആക്കാം. ഇപ്പം മുകളിലത്തെ ഭാഗമില്ല, താഴത്തെ ഭാഗമില്ല, നിങ്ങൾക്ക് ഏത് ഭാഗമാണോ പോക്കേണ്ടത് അത് പോക്കാം. സൈഡാണെങ്കിൽ അങ്ങനെ നമുക്ക് ജസ്റ്റ് എന്താക്കാം, ഒറിജിനൽ തന്നെ മതി. അത് നമ്മൾ ടിക്കറ്റ് കൊടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് വോയിസ് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ എഫക്റ്റുകൾ എന്താണ്, നമ്മളിവിടെ ഒരു വോയിസ് കൊടുത്തല്ലോ, മ്യൂസിക് കൊടുത്ത സമയത്ത് തന്നെ ഞാനവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പലതരത്തിൽ കുട്ടികളുടെ വോയിസ് ആക്കുക, അതുപോലെ തന്നെ എന്താണ് വലിയ സൗണ്ടുള്ള ആൾക്കാരുടെ വോയിസൊക്കെ ആക്കുക, അങ്ങനത്തെ രീതിയിൽ സൗണ്ടിന് ചേഞ്ചസ് വരുത്തുന്നതാണ്. ഇനി റൊട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതവിടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ഇതാ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. നിൽക്കുമ്പോൾ പണ്ടത്തെ രീതിയിൽ തന്നെ ആവും. നമുക്ക് സൈഡിലാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഉള്ളത് അത് ഇതിലുള്ള റൈറ്റ് സൈഡിലുള്ള ഭാഗം ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വയ്ക്കാൻ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാം ആ പൂച്ചയുടെ എന്താണ് ഇടത്തെ കൈയിലായിരുന്നു ആ ലോലിപോപ്പ് ഉണ്ടെങ്കിൽ അതിപ്പം വലത്തെ കയ്യിലുള്ള രീതിയിലാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇപ്പം നോർമൽ ഇതാണ് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള വീഡിയോ. ഇടത്തെ കയ്യിലുള്ളത് അതിപ്പം ഇങ്ങനെ ആക്കിയ ഫ്ലിപ്പ് ചെയ്ത സമയത്ത് അത് റൈറ്റ് സൈഡിലേക്ക് മാറി. ഓക്കെ, നമുക്ക് നോർമലായി. അപ്പം അതും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്താണ്, പിന്നെ എല്ലാവരും മതിയായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓൾറെഡി എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, എപ്പോഴും ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ തീമിലുള്ള വീഡിയോ തന്നെ എടുക്കണം. ഓക്കെ, ഒരിക്കലും നിങ്ങൾ പലതരത്തിലുള്ള വീഡിയോസ് എടുത്തിട്ട് റീൽസ് ആയിട്ട് ഇടരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ പ്രൊഫൈൽ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, നമുക്ക് നോക്കാൻ തോന്നത്തില്ല. നേരെ മറിച്ച് ഒരു റെസിൻ ആർട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഫസ്റ്റ് നിങ്ങൾ ഇടുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ആ റെസിൻ ആർട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്ന വീഡിയോസ് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളുടെ പ്രൊഫൈൽ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലൊക്കെ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക, കാണുമ്പോൾ ഒരു നീറ്റായിട്ടുള്ളൊരു ഫീല് തോന്നും. ഓക്കെ, അപ്പം അത് എന്താക്കാം നോക്കാം കേട്ടോ. അപ്പം എൻ്റെ അറിവിൽ നമ്മളെല്ലാം എന്ത് ചെയ്തോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഇനി എന്തെങ്കിലും വിട്ടുപോയോ എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ബേസായിട്ട് നമ്മളുടെ എന്തിൽ കൊടുക്കേണ്ടത്, നമ്മളുടെ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ കൊടുക്കേണ്ടത്. ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് വരുന്നതാണിത്. അപ്പം കുറേ കാര്യം നിങ്ങൾ എന്താണ് ഓരോരുത്തർക്ക് നമ്മൾ പേഴ്സണലി അയച്ച് പിന്നെയും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് ലാഗായിട്ട്, അതായത് കുറച്ച് ടൈം ഉണ്ട് ഈ ഒരു വീഡിയോ, ലെങ്ത്തുള്ളൊരു വീഡിയോ ആണ്. ബട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ തന്നെ എഡിറ്റിങ്സും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിലെന്തെങ്കിലും വിട്ടുപോയതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരൂ കേട്ടോ.